നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. അങ്ങനെ വ്യാഴത്തിൻ്റെ പകർച്ചയാണ്. നമ്മുടെ ഓരോ ഗ്രഹങ്ങളും ഓരോ സമയത്താണ് പകർച്ചയെങ്കിൽ വ്യാഴം ഒരു വർഷം കൂടുമ്പോഴാണ് പകർച്ച. ശനിയൊക്കെ നമ്മൾ ശനിയുടെ പകർച്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ശനിയുടെ പകർച്ച 2.5 വർഷം കൂടുമ്പോഴാണ്. വ്യാഴം എല്ലാ വർഷവുമാണ് പകർച്ച. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ പകർച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ഉന്നതിയിൽ എത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിഗംഭീരമാക്കാൻ പറ്റുന്ന, അതികേമാക്കാൻ പറ്റുന്ന ഒരു ഗുണസമയവും കൂടിയാണ്. വ്യാഴം മോശമാകുമ്പോൾ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഈ വ്യാഴത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒരു രാശി വെച്ചാലാണെങ്കിലും വ്യാഴം തെളിഞ്ഞു വന്നാൽ ഈശ്വരാധീനമുണ്ടെന്നും, ജാതകത്തിലാണെങ്കിലും വ്യാഴം തെളിഞ്ഞാൽ ഭാഗ്യമുള്ളവനാണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. സർവേശ്വരകാരകനായ സർവ്വദേവന്മാരുടെയും അധിപനായിട്ടാണ് വ്യാഴത്തെ കണക്കൂട്ടുന്നത്. വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് എടവൻ രാശിയിലാണ്. എടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കാണ് വ്യാഴത്തിൻ്റെ പകർച്ച പോകുന്നത്. അപ്പോൾ ഈ വരുന്ന മേടമാസം 31 തീയതി, മെയ് മാസം 14 തീയതിയാണ് വ്യാഴപ്പകർച്ച. ഈ വ്യാഴപ്പകർച്ച കൊണ്ട് ഓരോ കൂറുകാർ ഓരോ കൂറെന്ന് വെച്ചാൽ ഈ നമ്മുടെ നക്ഷത്രങ്ങളെ മേടം തൊട്ട് മീനം വരെ 12 രാശികളായിട്ടാണ് ഈ നക്ഷത്രങ്ങൾ വിന്യസിക്കുന്നത്. ഈ നക്ഷത്രങ്ങളുടെ വിന്യാസം കൊണ്ട് ഓരോ കൂറുകാർക്കുണ്ടാവുന്ന ഗുണഗണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നല്ല ഫലമാണെങ്കിലും അതിൻ്റെ മോശഫലമാണ് എങ്കിലും അതിൻ്റെ പ്രാർത്ഥനാദികൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ദോഷങ്ങളില്ലാതെ അത് മാറ്റത്തിലേക്ക് വരും. അതുപോലെ തന്നെ നല്ല ഫലമാണ് പറയണമെങ്കിലും പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്തരുത്. കാരണം നല്ല കാലത്ത് നല്ലത് ചെയ്യുമ്പോഴാണ് നല്ലത് വരണേ. കാരണം പണ്ട് പറയാറില്ലേ, സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അങ്ങനെ പണ്ടൊരു പ്രമാണം പറയാറുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നല്ല കാലത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കഷ്ടകാല സമയത്തും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല സമയം ആണെന്ന് കേൾക്കുന്നവരും അതിൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങളിൽ ഒരു കുറവ് വരുത്താൻ പാടില്ല. സമയം മോശമാകുന്നവരും അതുപോലെ തന്നെ ചെയ്യണം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഒരുപാട് ഭയപ്പെടാനൊന്നുമില്ല. അതിൻ്റേതായ പ്രാർത്ഥനകൾ ചെയ്താൽ ദോഷസമയവും നമുക്ക് അനുകൂലമാകും. ഏറ്റവും ആദ്യം മേടൻ രാശിയാണ്. മേടൻ രാശിയെക്കുറിച്ച് പറയുമ്പോൾ മേടൻ രാശിക്കകത്ത് അശ്വതിയും ഭരണിയും കാർത്തികക്കാലും കൂടുന്ന നക്ഷത്രമാണ്. ഈ മേടൻ രാശിയുടെ 2ാം ഭാവത്താണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചാരവശാൽ. ഈ 2ാം ഭാവം എന്ന് പറയുന്നത് എടവൻ രാശിയാണ്. എടവൻ രാശിയിൽ നിന്ന് അത് മിഥുനൻ രാശിയിലേക്ക് പോകുമ്പോൾ 3ലേക്കാണ് വ്യാഴം വരുന്നത്. 3ലേക്കുള്ള വ്യാഴപ്പകർച്ച അത്ര അനുകൂലമല്ല ഈ പറയണ മേടക്കൂറുകാർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം മറഞ്ഞ ക്ഷേത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേടം രാശിക്കാർ ഈ വരുന്ന ഒരു വർഷക്കാലം ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. കാരണം അനാവശ്യമായി നിൽക്കുന്ന പൈസ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. സാമ്പത്തിക രംഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന പൈസ ആർഭാടമായി ചിലവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ദൂരദേശ യാത്രകളൊക്കെ സൂക്ഷിക്കുക. വിദേശത്ത് പഠിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. അതുപോലെ നിലവിൽ ജോലിയുള്ളവർ പെട്ടെന്ന് ജോലി കളയണ അവസ്ഥാവിശേഷമൊന്നും ചെയ്യരുത്. നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ കമ്പനി മാറാനൊന്നും പെട്ടെന്ന് ശ്രമിക്കരുത്. അതൊക്കെ വളരെ ശ്രദ്ധിച്ചേണ്ട സമയമാണ്. അതുപോലെ വീട് പണിക്കൊക്കെ തുടങ്ങുന്നവരാണെങ്കിൽ ഒന്ന് നോക്കി കണ്ട് ആലോചിച്ച് അതിൻ്റെ കൃത്യമായ വഴിപാടുകളൊക്കെ നടത്തിയതിന് ശേഷം തുടങ്ങേണ്ടതാണ്. കാർഷിക മേഖലയിലാണെങ്കിലും പൈസ ഇറക്കുന്നവരും ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത് നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് അത് അവൻ്റെ ജാതകവുമായി ഒത്തുചേർന്ന് നോക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ എന്താ പറയണേ, ലോൺ എടുക്കുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. അതാണ് മേടൻ രാശിക്കാരുടെ ഫലം. അവർക്ക് 7.5 ശനിയും കൂടെ ഉണ്ട്. അവർ മേടൻ രാശിക്കാർ നിർബന്ധമായിട്ട് എന്താ പറയണേ, വ്യാഴാഴ്ച ദിവസം ഈ 3ലെ വ്യാഴം ഉപദ്രവകാരിയല്ല. അത്ര വലിയ ഉപദ്രവത്തെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അത്ര ഭയപ്പെടാനില്ല. ചെറിയ ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ വരും. ഓടിക്കൊണ്ടിരുന്നൊരു വണ്ടി പെട്ടെന്ന് സ്പീഡ് കുറഞ്ഞ പോലെ ഒരു അവസ്ഥാവിശേഷം വരും. ചെറിയ തടസ്സങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മേടക്കൂറിലുള്ള അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ഓടുന്ന മേടക്കൂറുകാർ എല്ലാ വ്യാഴാഴ്ചയും കൃഷ്ണൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ ശ്രീരാമൻ്റെയോ നരസിംഹത്തിൻ്റെയോ ഒക്കെ അമ്പലത്തിൽ വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നാരായണനാമം ജപിക്കുക. പക്കപ്പിറന്നാൾ തോറും കൃഷ്ണന് പാൽപ്പായസം കഴിക്കുക, അല്ലെങ്കിൽ വിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുക. അത് ഒരു വർഷത്തേക്ക് ചെയ്യുന്നത് അവർക്ക് നല്ലതാണ്. 7.5 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച അയ്യപ്പന് എള്ളുതിരി കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അത് ചെയ്താൽ മേടരാശിക്കാർക്ക് കുറച്ച് അനുകൂലമാകുന്ന അവസ്ഥാവിശേഷമാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂർ എന്ന് പറഞ്ഞാൽ കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന ഇടവക്കൂറുകാർക്ക് അതിഗംഭീര സമയമാണ്. കാരണം വെച്ചാൽ അവരുടെ കണ്ടകശനി മാറി, അവരുടെ 2ലേക്ക് വ്യാഴം വരുവാണ്. അവരുടെ മുടങ്ങിക്കിടന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകുക, വിവാഹാദികളുണ്ട് അത് നടക്കുക, വിദ്യാഭ്യാസത്തിന് പൂർത്തിയാവുക, സാമ്പത്തികപരമായി ഗുണം വരിക, കടങ്ങളൊക്കെ തീർക്കാൻ പറ്റുക, കുടുംബ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, നല്ല സാമൂഹ്യപരമായി നല്ല സാമാന്യം സ്ഥാനമാനങ്ങൾ ലഭിക്കുക, സിനിമയിലുള്ളവർക്ക് രാഷ്ട്രീയക്കാർക്കൊക്കെ പ്രത്യേക അനുകൂലമായ സമയം, വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയം, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ജോലി കിട്ടാനുള്ള അവസരങ്ങൾ കിട്ടുക, അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് കുറയാനുള്ളൊരു സാധ്യത എല്ലാം ഇടവൻ രാശിക്കാർക്കുണ്ട്. ഇടവൻ രാശിക്കാർ എന്നാൽ കേമാണല്ലോ നമ്മുടെ ഫലം, ഇനി അങ്ങനെ പോകാം എന്ന് നിരീക്കുകയല്ല. നമ്മുടെ സമയം നന്നാകുമ്പോൾ നമ്മൾ ആ സമയത്തിൽ നമുക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഗുണം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യണം. അതുകൊണ്ട് അവരും നാരായണ നാമജപം ഒരിക്കലും മുടക്കേണ്ട, ജപം കൂട്ടിക്കൊള്ളുക, ആഴ്ചയൊന്ന് കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ അമ്പലത്തിൽ പോവുക. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേ അവർക്ക് ഈ സമയത്ത് കിട്ടുന്നതിൻ്റെ വളരെ അതിഗംഭീരമായ മാക്സിമം ഫലത്തിലേക്ക് അവർക്ക് വരുന്നതാണ്. അടുത്തത് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറുകാർക്ക് നിലവിൽ ഇടവൻ രാശിയിൽ 12ാമത്തെ വ്യാഴമായിരുന്നു. ശരിക്കും നഷ്ടങ്ങൾ, ആരോഗ്യപരമായ നഷ്ടം, സാമ്പത്തിക നഷ്ടം, ബുദ്ധിമുട്ടുകൾ, വ്യയത്തിൻ്റെ കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചത്. വളരെ വളരെ ദുരിതങ്ങളുടെ കാലഘട്ടമാണ് അവർ ജീവിച്ചത്. അത് മാനസികമായും സാമ്പത്തികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു മിഥുനക്കൂറുകാർക്ക്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യത്തിന് പൈസ ചിലവാക്കേണ്ട അവസ്ഥകൾ വരിക, പല രീതിയിലുള്ള ദുരിതങ്ങൾ മിഥുനക്കൂറുകാർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ മിഥുനക്കൂറുകാർക്ക് 12ലെ വ്യാഴം ലഗ്നത്തിലേക്ക് വന്നു. അത് ഗംഭീരം എന്നൊന്നും പറയാനില്ല, പക്ഷെ വളരെ നല്ലതാണ്. കഴിഞ്ഞ വർഷത്തേക്കാളുപരി, അതായത് വളരെ പതുക്കെ പൊയ്ക്കൊണ്ടിരുന്ന കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ പറ്റും. തടസ്സങ്ങളൊക്കെ ഒരു പരിധി വരെ മാറാൻ പറ്റും. അതുപോലെ ഗ്രഹനിർമ്മാണമൊക്കെ മുടങ്ങിക്കിടന്ന് തുടങ്ങാൻ പറ്റും. വീട് മേടിക്കേണ്ടവർക്ക്, സ്ഥലം മേടിക്കേണ്ടവർക്കൊക്കെ മേടിക്കാൻ പറ്റും. വിവാഹാദികൾ തടസ്സം വന്നവർക്ക് വിവാഹാദികൾ നടക്കും. ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ടാവും. അങ്ങനെ പലവിധ അനുകൂല ഘടകങ്ങളും കൂടെ ഉണ്ട് അതിനകത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അവർക്ക് ഈ പറഞ്ഞ പോലെ ചന്ദ്രൻ്റെ കൂറതായത് കൊണ്ട് കേസരി വ്യാഴം വരുമ്പോൾ കേസരി യോഗ പ്രദനം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ ഒരു വർഷത്തേക്ക് നല്ല സമയമാണ്. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെയാണ്, പരമാവധി വ്യാഴാഴ്ചകളിൽ കൃഷ്ണനെ തൊഴുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ഫലം അനുകൂലമായ ഒരു അത്യാവശ്യം കുറച്ചുകൂടി നല്ല ഫലത്തിലേക്ക് അവർക്ക് കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ രാം രാമായ നമ എന്നുള്ള നാമജപാദികൾ കൂടുതൽ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഗുണങ്ങൾ കിട്ടും. രാം രാമായ നമ, രാം രാമായ നമ, രാം രാമായ നമ എന്നുള്ള നാമജപാദികൾ ചെയ്യുക. മാസത്തിലൊന്ന് കൃഷ്ണന് പാൽപ്പായസം കഴിക്കുക, അല്ലെങ്കിൽ ത്രിമധുരം കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിഥുനക്കൂറുകാർക്ക് കുറച്ചുകൂടി അനുകൂലമായ ഒരു അവസ്ഥാവിശേഷമാണ്. അടുത്തത് ഞാൻ കർക്കിടകക്കൂറിലേക്കാണ് വരുന്നത്. കർക്കിടകക്കൂറുകാർക്ക് 11ാമത്തെ വ്യാഴമായിരുന്നു. ഒരു പരിധി വരെ സമയം അനുകൂലമായിരുന്ന സമയമാണ്. വലിയ അല്ലലില്ലാതെ കാര്യങ്ങൾ പോയി, സമാധാനപരമായ കാര്യങ്ങൾ പോയി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നീക്കുപോക്ക ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അത്ര നഷ്ടങ്ങളുടെ കാലഘട്ടമൊന്നും പറയാനില്ല. അങ്ങനെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, 11ാമത്തെ വ്യാഴക്കാർക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നാമജപാദികൾ വേണ്ട പോലെ ആയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ആ കർക്കിടകക്കൂറുകാർക്ക് 12ലേക്ക് വ്യാഴം വരുവാണ്. ശരിക്കും ഈ ഒരു വർഷത്തേക്ക് അവർക്ക് ദുരിത കാലഘട്ടമാണ്. അതായത് പുണർത്തിൻ്റെ അവസാനം പൂയവും ആയില്യമാണ് പറയുന്നത്. കർക്കിടകക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ട്, അതായത് ആഴ്ചയിൽ ബുധൻ വ്യാഴം ദിവസങ്ങൾ 2 ദിവസങ്ങളും കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ അമ്പലത്തിൽ പോയിരിക്കണം. ഈ പറഞ്ഞ പോലെ അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ എന്നൊരു 108 തവണ 2 നേരം ജപിച്ചിരിക്കണം. നാരായണായ നമ, നാരായണായ നമ എന്നൊരു 10 മിനിറ്റ് ജപിച്ചിരിക്കണം. ഒരു 24 തവണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ അത് ജപിച്ചിരിക്കണം. നിർബന്ധമായി എല്ലാ മാസവും പക്കപ്പിറന്നാൾ കൃഷ്ണന് പാൽപ്പായസവും കഴിച്ചിരിക്കണം. 12 മാസത്തേക്ക്, അടുത്ത ഒരു വർഷത്തേക്ക് ഈ വ്യാഴം പകരുന്ന അന്ന് വരെ. കാരണം അതുപോലെ തന്നെ ആവശ്യമില്ലാതെ പൈസ ആർക്കും കൊടുക്കരുത്, എഗ്രിമെൻറ്റുകൾ ഒപ്പുവെക്കരുത്, ജാമ്യങ്ങൾ നിൽക്കരുത്, അനാവശ്യമായിട്ട് ബിസിനസ്സിൽ പൈസ ഇറക്കരുത്. ചിലപ്പോൾ ഇതൊക്കെ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിച്ച്, സമ്പത്തിനെ വളരെ സൂക്ഷിച്ച് ചെയ്യണം. വാഹനങ്ങൾ മോടി പിടിപ്പിക്കുക, വാഹനങ്ങൾ മാറുക, ജോലി മാറുക, ഇതൊക്കെ വളരെ സൂക്ഷിച്ച് ഒരാളെ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അത് അനുകൂലമാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. എപ്പോഴും പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്, അല്ലാണ്ട് ഭയപ്പെടുക എന്നുള്ളതല്ല. നമ്മൾ ആ പറയുന്ന കാര്യമൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഫലം കൂടുതലായിട്ട് വരുന്നത്. കർക്കിടകക്കൂറിൽ നിന്ന് ചിങ്ങക്കൂറിലേക്ക് വരുമ്പം
ചിങ്ങക്കൂറാണ് നമ്മൾ പറയണത്. അടുത്ത ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ചിങ്ങക്കൂറിന് കഴിഞ്ഞ 2.5 വർഷം കണ്ടകശനിയും 9-ൽ വ്യാഴവും ഒക്കെ ആയിരുന്നു. 10-ൽ വ്യാഴമായിരുന്നു. 9-ലല്ല 10-ൽ വ്യാഴമായിരുന്നു ചിങ്ങക്കൂറുകാർക്ക്. കണ്ടകശനിയായിരുന്നു. കണ്ടകശനി മാർച്ച് മാസം മാറി. ഈ 10-ലെ വ്യാഴം 11-ാമിടത്തേക്ക് വരുവാണ്. ചിങ്ങക്കൂറുകാർക്ക് അതിഗംഭീര വർഷമാണ്, അതികേമായ വർഷമാണ്. മകവും പൂരവും ഉത്രത്തിക്കാലം അതിഗംഭീര വർഷം എന്നൊക്കെ പറയും. ഈ വർഷം സാമ്പത്തികപരമായിട്ട് അത്യാവശ്യം ഉന്നതിയിലെത്താം, തൊഴിൽപരമായ ഒരുപാട് പുരോഗതിയിൽ വരാം, സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് തീരാം, കടങ്ങൾ തീരാം, പുതിയ വാഹനങ്ങൾ മേടിക്കാം, ആഭരണങ്ങൾ മേടിക്കാം, വളരെ സന്തോഷകരമായി നിൽക്കുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി 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 അഭിവൃദ്ധിയുള്ളൊരു കാലഘട്ടമാണ്. കുടുംബത്ത് സമാധാനം വരാം, ദാമ്പത്യ പ്രശ്നങ്ങൾ തരാം, കുട്ടികൾക്ക് ഐശ്വര്യം ഉണ്ടാവാം, വിദേശത്ത് പഠിക്കാൻ പോകേണ്ടവർക്ക് വിദേശത്ത് പഠിക്കാൻ പോകും, വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത, നാട്ടിലെ വീട് സ്ഥലം ഒക്കെ മേടിക്കാൻ പറ്റുന്നവർക്ക് അത് നടക്കുന്ന സ്ഥലം, അങ്ങനെ ആഗ്രഹങ്ങൾക്ക് ഒരുപാട് നടക്കാൻ സാധ്യതയുണ്ട്. അത്രയും നല്ല സമയം തന്നെയാണ് ചിങ്ങക്കൂറുകാർക്ക്. പക്ഷേ അങ്ങനെ ആഗ്രഹമാണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോക്കും പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഏറ്റവും നല്ല സമയം 11-ാമത്തെ വ്യാഴം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി നല്ല സമയമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിവെക്കാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് എന്താ ചെയ്യേണ്ടത്, നല്ല പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഗംഭീരമാണ്. നരസിംഹത്തെ പ്രാർത്ഥിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക, നാരായണമൂർത്തിയെ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യാമെങ്കിൽ വളരെ ഗംഭീരമാണ്. ഇടയ്ക്ക് ഗുരുവായൂരൊക്കെ ഒന്ന് പോകുന്നതല്ല. അപ്പോൾ എന്താ പറ്റുന്നത്, ചിങ്ങക്കൂറിൽ കിട്ടാൻ പറ്റുന്ന ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കാൻ പറ്റിയ സാധ്യതയുള്ള കാലഘട്ടമാണ്. ചിങ്ങക്കൂറിനകത്ത് ഐശ്വര്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. അവർക്കത് ഉപയോഗപ്പെടാൻ പറ്റും. സമ്പത്തിനെ വേണ്ട രീതിയിൽ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നോക്കിയും കണ്ടും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കറക്റ്റായി കഴിഞ്ഞാൽ അവർക്ക് അഭിവൃദ്ധിക്കുള്ള കാലഘട്ടമാണ് വരുന്ന ഒരു വർഷക്കാലം. അപ്പോൾ അതുകൊണ്ട് ചിങ്ങക്കൂർക്ക് വ്യാഴപ്പകർച്ച സമാധാനപരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിന് 9-ൽ വ്യാഴമാണ്. നിലവിൽ 7 ശനി കണ്ടകശനി അടുത്തുണ്ട്. കന്നിക്കൂറുകാർക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും കന്നിക്കൂറുകാരുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 9-ലെ വ്യാഴം 10-ലേക്ക് വരുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് അനുകൂലം എന്ന് പറയാൻ പറ്റില്ല. വ്യാഴം മറഞ്ഞതല്ല, ദുരിതത്തെ ഉണ്ടാക്കില്ല, ദോഷത്തെ ഉണ്ടാക്കില്ല, കഷ്ടപ്പാടുണ്ടാക്കില്ല. പക്ഷേ കാര്യങ്ങൾക്കൊക്കെ ഒരു മന്ദഗതി വരും, കൂടുതലായിട്ട് തടസ്സങ്ങൾ വരും, മാനസിക ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരാം, എല്ലാം വിചാരിക്കുന്ന സമയത്ത് നടക്കാതിരിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം. അത് കുറച്ച് സങ്കടങ്ങൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കന്നിക്കൂറുകാർ എന്താ പറയണേ, ഈ പറഞ്ഞ പോലെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ തുടങ്ങിയ അമ്പലങ്ങളിൽ പോവുക. എല്ലാം വ്യാഴാഴ്ച ദർശനമാണ് കൂടുതലായിട്ട് പറയണേ. അതുമാത്രമേ ഇതിന് പരിഹാരങ്ങളുള്ളൂ. അപ്പോൾ അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ തന്നെ അത് ഗുണകരമാവും. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് ത്രിമധുരം നേദിക്കുക, അല്ലെങ്കിൽ കദളിപ്പഴം നിവേദിക്കുക, ഇതൊക്കെ ചെയ്യുക. അതുപോലെ നാരായണായ നമഃ എന്നുള്ള ധാരാളം ജപിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, കന്നിക്കൂറുകാർക്ക് വളരെ നല്ല മാറ്റങ്ങളുടെ കാലഘട്ടം വരും. പിന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ധൃതി വേണ്ട ഒരു കാര്യങ്ങൾക്കും എന്ന് മാത്രം പറയുന്നു അതിനകത്ത്. പിന്നെ തുലാക്കൂറിലേക്ക് വരാം. തുലാക്കൂറിലേക്ക് വരുമ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ, തുലാക്കൂറുകാർക്ക് ശരിക്കും പറഞ്ഞാൽ അഷ്ടമത്തി വ്യാഴം. അതുപോലെ പ്രാർത്ഥന, അതുപോലെ നാമജപം ഉള്ളവർക്ക് മാത്രമേ കഴിഞ്ഞ ഒരു വർഷം കുറച്ച് സമാധാനം കിട്ടിയിട്ടുള്ളൂ. കാരണം തുലാക്കൂറുകാർക്ക് സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, ദുരിതങ്ങൾ, സങ്കടങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്ന സമയങ്ങളാണ്. പക്ഷേ അവർക്ക് വളരെ അനുകൂലമായ കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. 9-ാം ഭാവത്തേക്ക് വ്യാഴം വരുന്നു. അത് വളരെ അനുകൂലമാണ്. 9, 10, 11 ഇനി വരുന്ന 3 വർഷവും അവർക്ക് വ്യാഴം പ്രതികൂലത്തിലുള്ള കാലഘട്ടമല്ല. അവർക്ക് ലോങ് പ്രൊജക്റ്റുകൾ, അതായത് നീണ്ട കാലത്തെ തീരണ പ്രൊജക്റ്റുകളൊക്കെ ആരംഭിക്കാം. നല്ല നല്ല വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാം, പൈസ എവിടെയെങ്കിലും മുടക്കാം, നല്ല സ്ഥലങ്ങൾ വാങ്ങാം, ഗൃഹനിർമ്മാണം തുടങ്ങാം, വിദേശത്തേക്ക് യാത്ര പോകുന്നതിന് കുഴപ്പമില്ല, വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന് കുഴപ്പമില്ല, കാർഷിക മേഖല പൈസ ഇറക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല സമയമാണ്. അത് വളരെ അവർക്ക് എന്താ പറയുക, ശരിക്കും നിന്നുപോയൊരു വാഹനം പെട്ടെന്ന് മുമ്പോട്ട് ഓടുന്നൊരവസ്ഥാവിശേഷം തന്നെ ഉണ്ടാവും. തടസ്സങ്ങളൊക്കെ മാറും, ദുരിതങ്ങൾ മാറും, ബന്ധുജനങ്ങളായിട്ടുള്ള കലഹങ്ങൾ മാറും, മാനസിക സമ്മർദ്ദങ്ങൾ വരും, സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ കുറേയധികം വിഷയങ്ങൾക്ക് ഈ തുലാക്കൂറുകാർക്ക് നല്ലതാണ്. അവരും ഈ പറഞ്ഞ പോലെയാണ്, ഭഗവാന്റെ മാറുന്ന അനുസരിച്ചുള്ള പ്രാർത്ഥനാ കാര്യങ്ങളിൽ ഒരു കുറവും അവർ വരുത്താൻ പാടില്ല. അത് ചെയ്യുമ്പോൾ അവർക്ക് ഉത്തരം അഭിവൃദ്ധി കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഈ തുലാക്കൂറിൽ നിന്ന് വൃശ്ചികക്കൂറിലേക്ക് വരുമ്പം, വൃശ്ചികക്കൂറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 7-ൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ
അനുകൂലമായൊരു കാലഘട്ടം, വലിയ കഷ്ടതകളോ ദുരിതങ്ങളോ ഒന്നുമില്ല, വളരെ സ്മൂത്തായി പോകുന്നൊരു കാലഘട്ടമായിരുന്നു. 7-ലെ വ്യാഴം അനുകൂലം തന്നെ എന്ന് പറയാവുന്നതായിരുന്നു. അവർക്കത് അഷ്ടമത്തിലേക്ക് മാറുകയാണ്. കാര്യം കണ്ടകശനിയൊക്കെ മാറിയെങ്കിലും അഷ്ടമത്തിലെ വ്യാഴം എന്ന് പറയുന്നത് അത്ര ഗുണകരമായൊരവസ്ഥാവിശേഷം എന്ന് പറയാൻ പറ്റില്ല. കാരണം ദുരിതങ്ങളും ചെറിയ സങ്കടങ്ങളും അസ്വസ്ഥയും അരിഷ്ടതയും ഒക്കെ ഈ പറയുന്ന വൃശ്ചികക്കൂറുകാർക്ക് കാണും. അതായത് വിശാഖം, മഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. അപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തിക രംഗമൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യമാണ്. മേലധികാരികളോടൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് സംസാരിക്കുക. മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രീഭവിക്കാനൊക്കെ സാധ്യതകളുണ്ട്. ദൂരയാത്രകളൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. പുതിയ പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിച്ച് വേണം. കുട്ടികളുടെ കാശിലൊക്കെ ശ്രദ്ധിക്കുക. അനാവശ്യമായ ദുരിതങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ബുധൻ വ്യാഴം ദിവസം മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ അങ്ങനെയുള്ള അമ്പലങ്ങളിൽ പോവുക. അവർ നിർബന്ധമായിട്ട് ഈ പറഞ്ഞ പോലെ കുറേ നേരം നാരായണായ നമാന്ന് ജപിക്കുക, കുറേ നേരം വാസുദേവായ നമാന്ന് ജപിക്കുക, കുറച്ച് നേരം രാമായ നമാന്ന് ഇതൊക്കെ ജപിക്കുക. എല്ലാ ദിവസവും നരസിംഹസ്വാമിയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക. പക്കപ്പിറന്നാൾ തോറും കൃഷ്ണന് തുളസിമാലയും ത്രിമധുരവും കഴിക്കുക, അല്ലെങ്കിൽ പാൽപ്പായസാലും മതി, അത് ചെയ്യുക. എല്ലാ ദിവസവും ഗുരുവായൂരപ്പനോട് കാലദോഷം മാറാൻ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഗുണങ്ങൾ വരുന്നതാണ്. അടുത്ത ധനുക്കൂറാണ്. ധനുക്കൂറ് എന്ന് പറയുന്നത് ശരിക്കും ധനുക്കൂറുകാർക്ക് 4ലേക്ക് ശനി, കണ്ടകശനിയൊക്കെ ഉണ്ട്. ധനുക്കൂറുകാരുടെ 6ലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തും പ്രശ്നങ്ങളുണ്ടാവുക, തൊഴിൽ രംഗത്തും പ്രശ്നങ്ങളുണ്ടാവുക, കുട്ടികൾക്ക് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുക, ശാരീരികമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം. അങ്ങനെ അത്യാവശ്യം ജീവിതത്തിലെ കഷ്ടതകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന ധനുക്കൂറുകാർക്ക്. ആ ധനുക്കൂറുകാർക്ക് 7ലേക്ക് വ്യാഴം വരുവാണ്. അത് വളരെ നല്ലതാണ്. ഒരു കേസരി യോഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ധനുക്കൂറുകാർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. ശരിക്ക് നല്ല വിവാഹങ്ങൾ നടക്കുക, നല്ല ദൂരദേശ യാത്രകൾ നെയ്യാം, പുതിയതായിട്ട് വീട് മേടിക്കുക, സ്ഥലം മേടിക്കുക, വാഹനാദികൾ മേടിക്കുക, ആഭരണങ്ങൾ മേടിക്കുക, സന്തോഷകരമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുക, സന്തോഷകരമായ യാത്രകൾ പോവുക. എന്താ പറയുന്നത്, ദാമ്പത്യ കലഹമുള്ളവർക്കൊക്കെ അതൊക്കെ യോജിക്കാൻ പറ്റിയ കാലഘട്ടം. നല്ല ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ, നീറ്റുകൾ അങ്ങനെ പറയുന്ന എക്സാമുകളൊക്കെ പാസ്സാകാൻ പറ്റിയ സമയങ്ങൾ, പരീക്ഷകളൊക്കെ പാസ്സാകാൻ പറ്റിയ സമയങ്ങൾ, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ പറ്റിയ സമയം, അങ്ങനെ ഒട്ടനവധി നല്ല ഗുണങ്ങളുണ്ട്. അപ്പോൾ ധനുക്കൂറുകാർക്ക് ശരിക്കും വ്യാഴപ്പകർച്ച ഒരു പരിധിവരെ ആശ്വാസത്തിൻ്റെ കാലഘട്ടമാണ്, സമാധാനത്തിൻ്റെ കാലഘട്ടമാണ്, സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ് ഒരു വർഷക്കാലം. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ആ ഗുണത്തിൻ്റെ പൂർണ്ണമായ അനുഭവവേദ്യം വരണമെങ്കിൽ അവർക്ക് അതിൻ്റേതായി നിൽക്കുന്ന പ്രാർത്ഥനാ സങ്കല്പം വേണം. വൈഷ്ണവ പ്രാർത്ഥന നിർബന്ധമായും ചെയ്തോണം. ശനിയാഴ്ച അയ്യപ്പൻ്റെ അടുത്ത് പോവുക, മഹാദേവൻ്റെ അടുത്ത് പോവുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക, ശ്രീപത്മനാഭനെ പ്രാർത്ഥിക്കുക, പൂർണ്ണത്രയേശനെ പ്രാർത്ഥിക്കുക. അങ്ങനെ വൈഷ്ണവാദി മൂർത്തികളെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതൊക്കെ ശക്തമായ ദേവസങ്കല്പങ്ങളാണ്. അതുപോലെ ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുക, കൃഷ്ണനെ പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുക. ഹരേരാമ അവർ നിർബന്ധമായിട്ട് ഈ പറഞ്ഞ പോലെ 108 ജപിക്കാമെങ്കിൽ നല്ലതാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഗുണപ്രദമായൊരു അവസ്ഥാവിശേഷം ഉണ്ടാവും. അഭിവൃദ്ധി തന്നെയാണ്, അത് ഉത്തരോത്തര അഭിവൃദ്ധിയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അടുത്തത് മകരക്കൂറിലേക്ക് വരികയാണ്. ഉത്രാടത്തിൻ്റെ അവസാനവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യവുമാണ് കൂടുതൽ. അവർക്ക് ഒരു പരിധിവരെ 7ര ശനിയൊക്കെ കഴിഞ്ഞു അനുകൂലമായെങ്കിലും 5ലേക്ക് നിന്നിരുന്ന വ്യാഴം 6ലേക്ക് പോവുകയാണ്. 6ലെ വ്യാഴം അത്ര ഗുണകരമാണ് എന്ന് പറയാൻ പറ്റില്ല. നഷ്ടങ്ങളുടെ കാലഘട്ടമാണ്. മനോവ്യാധികൾ ഉണ്ടാവാം, ശാരീരിക വ്യഥകൾ ഉണ്ടാവാം, ഭയമുണ്ടാവാം, എന്ന് വെച്ചാൽ പേടിയുണ്ടാവാം, അസ്വസ്ഥത ഉണ്ടാവാം, ചെറിയ അസുഖങ്ങൾ കൂടാം. ഇതിനൊക്കെ മകരക്കൂറുകാർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് വരുമാനത്തിൽ അളവ് കുറയാം, കച്ചവടക്കാർക്കൊക്കെ തൊഴിൽ കുറയാം, വിദേശത്ത് ജോലിക്ക് നഷ്ടം വരാം, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ കാരണം, മകരക്കൂറുകാർക്ക് നല്ല 6ലേക്കുള്ള വ്യാഴമായ കാരണം ശക്തമായി നിൽക്കുന്ന പ്രാർത്ഥനാ സങ്കല്പം, ശക്തമായി നിൽക്കുന്ന എന്താ പറയണേ, നാമജപാദികളും വേണം. ഒരു വർഷക്കാലം എന്ത് സംഭവിച്ചാലും ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഒന്നല്ലേ ബുധൻ വ്യാഴം അല്ലെങ്കിൽ ബുധൻ വ്യാഴം വെള്ളി, ഈ 3 ദിവസം വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, സമയദോഷം മാറാൻ പ്രാർത്ഥിക്കാം, ബൃഹസ്പതി നമാന്ന് ഡെയിലി 108 ജപിക്കാം, നാരായണായ നമാന്ന് ഒരു 10 മിനിറ്റ് ജപിക്കുക. അതുപോലെ തന്നെ അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമാന്ന് ജപിക്കുക, അതൊരു 108 വയ്ക്കുക. എല്ലാ ദിവസവും മഹാവിഷ്ണുവിനെ, ശ്രീകൃഷ്ണൻ നമസ്കരിക്കുക. ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറേ വ്യത്യാസം വരും. നഷ്ടങ്ങൾ കുറഞ്ഞെങ്കിലും ലാഭങ്ങൾക്ക് കുറവ് വരും. പക്ഷേ നഷ്ടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാത്തൊരു അവസ്ഥാവിശേഷം വരും. ഒരു പരിധി വരെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാതെ അവർക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടാവും.
പ്രാർത്ഥനാ കാര്യങ്ങൾ ഒരു കാരണവശാലും കുറവ് വരുത്തരുത്. അത് ദുരിതത്തേക്ക് വരുത്തും. നാമജപാദികളും ദർശനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കൃത്യമായി ചെയ്യാം. കുംഭൻ രാശിയിലേക്ക് വരാം. ഔട്ടത്തിൻ്റെ അവസാനവും ചതയവും പൂരിട്ടാതിയും കൂടുന്ന കുംഭക്കൂറ്. ഈ കുംഭക്കൂറിൽ 4 വ്യാഴായിരുന്നു, അത് 5 വരുവാണ്. കുംഭക്കൂറുകാർക്ക് അത്യാവശ്യം വളരെ ഗംഭീരമായ സമയം എന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം 7.5 ശനിയാണ്, ജന്മശനിയൊക്കെ അവർക്ക് മാറി. എന്നാലും 4 വ്യാഴം 5 വരുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് പ്രൊജക്റ്റിലൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ പറ്റും. ടെസ്റ്റ് എഴുതുന്നവർക്ക് ടെസ്റ്റുകൾ പാസ്സാകാൻ സാധിക്കും. അതുപോലെ തന്നെ സസ്പെൻഷൻ ഇരിക്കുന്നവർക്ക് തിരിച്ച് ജോലി കയറാൻ പറ്റും. ട്രാൻസ്ഫർ മേടിക്കുന്നവർക്ക് ട്രാൻസ്ഫർ മേടിക്കിട്ടാൻ സാധിക്കും. ദാമ്പത്യപരമായി വല്ല കലഹങ്ങളുണ്ടായിരുന്നവർക്ക് ദാമ്പത്യപരമായി നിൽക്കുന്ന ദുരിതങ്ങൾ മാറും. സാമ്പത്തിക രംഗത്ത് കടമുണ്ടായിരുന്നവർക്ക് കടങ്ങളൊക്കെ തീർക്കാൻ പറ്റും. സാമ്പത്തിക വളർച്ച കൂടും. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ നിറഞ്ഞ ഒരു കാലാവസ്ഥ തന്നെയാണ് കുംഭക്കൂറുകാർക്ക് ഒരു വർഷം. കുംഭക്കൂറുകാരും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ക്ലീം കൃഷ്ണായ നമ, ക്ലീം കൃഷ്ണായ നമ, ക്ലീം കൃഷ്ണായ നമ എന്നുള്ള പറ്റുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് ജപിക്കുക. അതുപോലെ തന്നെ മാസത്തിൽ 2 തവണയെങ്കിലും കൃഷ്ണന് തുളസിമാല കദളിപ്പഴം നിവേദ്യം കഴിക്കുക. ഇടയ്ക്ക് ഗുരുവായൂരൊക്കെ ദർശനം നടത്തുക. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള അഭിവൃദ്ധികൾക്ക് കാരകത്വം വയ്ക്കും. അടുത്ത മീനക്കൂറുകാരാണ്. മീനക്കൂറുകാർക്ക് നിലവിൽ ജന്മശനിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ 3 വ്യാഴം അവർക്ക് 4 വരുവാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വളരെ കഷ്ടിച്ച് പിടിച്ച് ഞെക്കി ഞെരങ്ങിപ്പോയൊരു കാലഘട്ടമാണ്. അത്യാവശ്യം ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട്, കാര്യങ്ങൾക്ക് തടസ്സങ്ങളാണ്. ഒരു സൈഡിൽ നിന്ന് ദുരിതം അഴിച്ചു വരുമ്പോൾ മറ്റൊരു സൈഡിൽ ദുരിതം ഉണ്ടാവണ പോലെയൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ഈ 4 വ്യാഴം പ്രതികൂലമല്ല. വ്യാഴം അനുകൂലമല്ലെങ്കിലും വ്യാഴം പ്രതികൂലമല്ല. അപ്പോൾ ഒരു പരിധി വരെ കാര്യങ്ങൾക്കൊരു മാറ്റങ്ങൾ വരിക, സമാധാനം വരിക, സന്തോഷം വരിക, ഐശ്വര്യം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതുക്കെയായാലും നിന്നുപോയ കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാവുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പരിധി വരെയുള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ പറ്റിയ കാലഘട്ടമാണ്. ഒരു സമാധാനം കുടുംബത്തുണ്ടാവുക, സന്തോഷം കുടുംബത്തുണ്ടാവുക, കുടുംബത്തുണ്ടായിരുന്ന അല്ലലകളും അസുഖങ്ങൾക്കൊക്കെ ഒരു കുറവ് വരിക. പുറത്ത് അകലെ ജോലി ചെയ്യുന്നവർക്കൊക്കെ സ്വന്തം വീട്ടിലേക്ക് ജോലി ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത. അതുപോലെ വീട് പണിയൊക്കെ മുടങ്ങിക്കിടന്നവർക്ക്, വീട് മോടി പിടിപ്പിക്കാൻ പറ്റാത്തവർക്ക്, വാഹനം മേടിക്കേണ്ടവർക്കൊക്കെ നടക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. അതൊക്കെ നല്ല വസ്തുവകകൾ വാങ്ങാനായിട്ട്, അതുപോലെ പശുക്കളുമായി ബന്ധപ്പെട്ട കൃഷി ചെയ്യുന്നവർക്കൊക്കെ നല്ല കാലഘട്ടമാണ്. ആഭരണാദികൾ മേടിക്കുക, കുടുംബത്തിൽ സത്സംഗങ്ങൾ, നല്ല കൂട്ടായ്മകൾ ഉണ്ടാവുക, ഇതിനൊക്കെ പറ്റിയ സമയമാണ്. പക്ഷേ അവർ ജന്മശനിയായാണ് അയ്യപ്പനെ എള്ളതിരി കത്തിക്കുക, മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോവുക, ശനിപ്പകർച്ച പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഈ വ്യാഴത്തിൻ്റെ വ്യാഴാഴ്ച ദിവസം വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ചെയ്യുക. എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ നാരായണനാമം ജപിക്കുക, രാമായ നമാന്ന് ജപിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് ഗുരുവായൂരെന്ന് പോവുക, എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച സമയദോഷം മാറാൻ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ മീനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ പൊതുവെ 12 രാശിയുടെ ഫലം പറയുമ്പം മേടൻ രാശിക്കാർക്ക് 3 വ്യാഴവും, കർക്കിടകൻ രാശിക്കാർക്ക് 12 വ്യാഴവും, വൃശ്ചികൻ രാശിക്കാർക്ക് അഷ്ടമത്തിൽ വ്യാഴവും, മകരൻ രാശിക്കാർക്ക് 6 വ്യാഴവുമാണ്. ഈ 4 രാശിക്കാർ ഒരു വർഷക്കാലത്തേക്ക് എന്ത് സംഭവിച്ചാലും വൈഷ്ണവ പ്രാർത്ഥനയിൽ ഒരു വിട്ടുവീഴ്ച പാടില്ല. നാരായണനായ നമ, അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ, ഹരേ രാമ, ഇതൊക്കെ ധാരാളം ജപിക്കുക. എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ വൈകുന്നേരം ആകുമ്പോൾ നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ ജപിക്കുക. അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത്യാദി നാമജപങ്ങൾ ജപിക്കാം. അല്ലെങ്കിൽ നമ്മൾ അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ, അങ്ങനെയുള്ള നാമജപങ്ങൾ ജപിക്കാം. ഇത് അവർക്ക് നിർബന്ധമായി ജയിച്ചിരിക്കണം. മാസത്തിൽ പക്കപ്പിറന്നാളിന് ഭഗവാൻ കൃഷ്ണസ്വാമി അല്ലെ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണൻ തുളസിമാല, മഞ്ഞ ഉടയാട, കദളിപ്പഴം നിവേദിക്കുക, ത്രിമുദ്രം നിവേദിക്കുക, പാൽപ്പായസം നിവേദിക്കുക ഇത്യാദി കാര്യങ്ങൾ ചെയ്യാം. വ്യാഴാഴ്ച ഭഗവാൻ അവിൽ നിവേദിക്കുക. വ്യാഴാഴ്ച ബുധനാഴ്ച ദിവസങ്ങളിൽ വൈഷ്ണവാദി ശാസ്ത്രങ്ങൾ നടത്തുക. എല്ലാ ദിവസവും മഹാവിഷ്ണുവിനെ സങ്കല്പിച്ച് നമസ്കരിക്കുക. എല്ലാ ദിവസവും ഗുരുവായൂരപ്പ സമയദോഷം മാറാൻ പ്രാർത്ഥിക്കുക. ഇത്യാദി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യാഴപ്പകർച്ചയുടെ ദോഷങ്ങൾ അവർക്കും മാറി അനുകൂലമായ ഘടകത്തിലേക്ക് വരും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഗോവിന്ദം പുരി.